ഉണ്ടാക്കുവാന് ഒരു സഭയ്ക്ക് എങ്ങനെ സാധിച്ചു എന്ന് DYFI അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുകുടിക്കെ ചോറും കറി എന്ന് പറഞ്ഞാൽ ചോറും കറി വയ്ക്കുന്ന വല്ല, അല്ലെങ്കിൽ ഇടുകുടിക്കെ പൊന്നും പണം എന്ന് പറഞ്ഞാൽ പൊന്നും പണവും പ്രസവിക്കുന്ന വല്ല കുടുക്കയും ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈശ്വരന് അവനവന്റെ മതത്തിലേക്ക് വേണ്ട ആളുകളെ ഈശ്വരന് തന്നെ ജനിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകുമ്പോൾ ഈ ഏജന്റുമാരെ, കമ്മീഷൻ ഏജന്റുമാരെ ദൈവം വയ്ക്കുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ കമ്മീഷൻ ഏജന്റുമാരെ നാട് മുഴുവൻ നടത്തുന്ന പ്രവർത്തനങ്ങളില് ഹിന്ദുവിനുള്ള അസംതൃപ്തി എത്ര ഹിന്ദു പുറത്തു പറയുന്നുണ്ട്? ഇത് പുറത്തു പറയാഞ്ഞാൽ ഈ നാടിന്റെ മതേതരത്വത്തിന് ഇത് ഉണ്ടാക്കുന്ന ദോഷം എന്താ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? പാവപ്പെട്ടവന്റെ പട്ടിണിയും ദാരിദ്ര്യവും മുതലെടുത്തുകൊണ്ട് അവനെ മതം മാറ്റുന്നതാണോ മതവിശ്വാസം എന്ന് പറയുന്നത്? ഗതി കെട്ടാൽ ഹിന്ദു പ്രതികരിച്ചു പോകും. ഒറീസയിൽ ചെയ്തതുപോലെ, വയനാട്ടിൽ ചെയ്തതുപോലെ ഗതി കെട്ടാൽ അവൻ പ്രതികരിച്ചു പോകും. അപ്പൊ ഇവിടുത്തെ മതേതരക്കാരൊക്കെ ഇളകും. അപ്പൊ ഈ മതം മാറ്റ പ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ സഹായിക്കുന്ന സന്യാസി ധർമ്മത്തെ പൊളിച്ചടുക്കി കൊടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു, ഈ മതം മാറ്റക്കാരിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി അതിനുള്ള കൂലി വാങ്ങിക്കുന്നുണ്ട്, DYFIക്കാർ അതിനുള്ള കൂലി വാങ്ങിക്കുന്നുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവി ആൾദൈവമാണ്. നിങ്ങൾക്ക് ആൾദൈവമാണ്. കോർപ്പറേറ്റ് ഭക്തിയുടെ ആചാര്യയാണ്. നിങ്ങൾക്ക് പല പല പേരുകളും നിങ്ങൾക്ക് പറയാനുണ്ട്. അതേ നിങ്ങൾ മദർ തെരേസയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കാരുണ്യത്തിന്റെ ആൾരൂപമായി നിങ്ങൾ വാഴ്ത്തുന്നു. മാതാവ് വാഴ്ത്തപ്പെടേണ്ടവളും അമ്മ വീഴ്ത്തപ്പെടേണ്ടവളുമാകുന്ന രാഷ്ട്രീയം എന്താ? എത്ര പാവങ്ങളെ അമ്മ സഹായിക്കുന്നു, എന്തുകൊണ്ട് കാണുന്നില്ല? അമ്മയുടെ പണം എവിടെ നിന്ന് എന്ന് അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് മറ്റുള്ള പണം ചിന്തിക്കുന്നില്ല? മദർ തെരേസയുടെ ജീവചരിത്രത്തിൽ പറയുന്നു, ലൂർദ് സന്യാസി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ, വിദ്യാലയത്തിൽ നിന്ന് ജോലി രാജിവെച്ച് പാവങ്ങളെ സേവിക്കാനായി ഇറങ്ങുമ്പോൾ 5 രൂപയും ഒരു ജപമാലയും ഒരു തിരുഹൃദയ രൂപവും മാത്രമാണ് മദർ തെരേസയുടെ കൈവശം ഉണ്ടായിരുന്നത്. ജീവചരിത്രം വായിച്ചു നോക്കുക. 5 രൂപയും ഒരു ജപമാലയും ഒരു കുരിശു രൂപവും മാത്രമായിട്ട് ലൂർദ് സന്യാസി സഭയുടെയും വിദ്യാലയത്തിന്റെയും പടിയിറങ്ങിയ മദർ തെരേസ 8 മാസത്തിനുള്ളിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഉണ്ടാക്കി, അനാഥർക്ക് വേണ്ടി അനാഥാലയം കെട്ടി. എവിടുന്നുണ്ടായി ഈ പണം? ചിന്തിച്ചില്ലല്ലോ. പക്ഷേ മാതാ അമൃതാനന്ദമയി ദേവി ഒരു സാമൂഹ്യ പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. ഹിന്ദു എന്നും ദരിദ്രനായി നിന്നില്ലെങ്കിൽ കൊടി പിടിക്കാൻ ആളുണ്ടോ? ഹിന്ദുവിന് ഏതെങ്കിലും ഒരു ആശാകേന്ദ്രം ഉണ്ടായി കഴിഞ്ഞാൽ കൊടി പിടിക്കാൻ ആളെ കിട്ടുവോ? കൊല വിളിക്കാൻ ആളെ കിട്ടുവോ? ഇനി മാതാ അമൃതാനന്ദമയി ദേവിയുടെ പണം എവിടെ നിന്ന് വന്നു? സർക്കാരിന് അന്വേഷിക്കാം. അവര് കണക്കുകൾ കൊടുക്കുന്ന സ്ഥാപനമാണ്. അപാകതകൾ ഉണ്ടെങ്കിൽ പിടിക്കാം, ചോദിക്കാം, ഒരാളും അതിനെതിരല്ല. പക്ഷെ സഖാക്കളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയുന്നു. സഖാക്കൾക്കാണ് സംശയം, NDFകാർക്കും സംശയമുണ്ട്. NDFകാർക്കും DYFIക്കാർക്കുമാണ് കണക്കറിയേണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ ഇടവ മാസത്തെ വരുമാനം 2.5 കോടി രൂപയാണ്. 5 കിലോ സ്വർണം, 10 കിലോ വെള്ളി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു മാസത്തെ വരുമാനമാണ് 2.5 കോടി രൂപ. 5 കിലോ സ്വർണം, 10 കിലോ വെള്ളി. എവിടുന്ന് വന്നു സഖാവേ? ഗുരുവായൂരപ്പൻ കള്ളക്കടത്ത് നടത്താൻ പോയോ? ഗുരുവായൂരപ്പൻ മയക്കുമരുന്ന് നടത്താൻ പോയോ? ആയുധം കടത്താൻ പോയോ? അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? രാത്രി നടയടച്ചാൽ മറ്റേ നിർമാല്യം തൊഴാനുള്ളത് അവിടെ തന്നെ കാത്തു കെട്ടി കിടക്കും. പിന്നെ എങ്ങനെയാ ഗുരുവായൂരപ്പനെന്ന് പുറത്തേക്ക് ഇറങ്ങാതെ വല്ലതും ചെയ്യണം എന്നുണ്ടെങ്കിൽ? അപ്പൊ ഗുരുവായൂരപ്പൻ അതിനൊന്നിനും നമ്മളാരും സമ്മതിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് തീരെ സമ്മതിക്കില്ല. കാരണം ഇറങ്ങിപ്പോയാൽ കാശ് കിട്ടിയില്ലെങ്കിലും പിന്നെ ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ വണ്ണാരെന്നറിയില്ലല്ലോ. അതുകൊണ്ട് അഥവാ ഇറങ്ങിപ്പോവാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് അവിടെ തന്നെ നിർത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാണ്. അപ്പൊ ഗുരുവായൂരപ്പൻ ഇതിനൊന്നും പോയിട്ടില്ല. അവിടെ ചെല്ലുന്ന ഭക്തജനങ്ങൾ ഇടുന്ന നാണയ തുട്ടുകളാണ് 2.5 കോടി രൂപയും 5 കിലോ സ്വർണവും 10 കിലോ വെള്ളി. ഇനി സഖാവും ഒരു NDFകാരനും കൂടിയിട്ട്, ഒരു DYFIക്കാരനും ഒരു NDFകാരനും കൂടിയിട്ട് മാതാ അമൃതാനന്ദമയി ദേവിയുടെ അടുത്ത് ചെല്ലുക. 1 മാസക്കാലം ഒന്ന് കൂടെ നടക്കുക. പക്ഷെ ഒരു കാര്യം കിട്ടോ, പിന്നെ തിരിച്ചു പോരുന്ന് ഉറപ്പിച്ചിട്ടേ പോകാവുള്ളൂ. 1 മാസം നടന്നാ പിന്നെ സഖാവിനെ ചിലപ്പോ പാർട്ടിക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൂടി ഉറപ്പുവരുത്തിയിട്ട് പറഞ്ഞയച്ചാൽ മതി. 1 മാസക്കാലം ദേവി അമ്മയോടൊപ്പം ഒന്ന് നടക്കുക. പോവുമ്പോ കാൽക്കുലേറ്റർ കൊണ്ടുപോയാ പോരാട്ടോ, ലാപ്ടോപ്പോ വല്ലതും കൊണ്ടുപോകണം. കാരണം കാൽക്കുലേറ്ററിൽ 8 അക്കേ അടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എന്നെ കൊണ്ട് പറ്റില്ല പറയും. അപ്പൊ ഒരു ലാപ്ടോപ്പും കൊണ്ട് പോവാ. പിണറായി വിജയന്റെ ഒന്നും മേടിക്കരുത്. പിണറായി വിജയന്റെ ഒന്നും ലാപ്ടോപ്പ് മേടിക്കരുത്. ലാപ്ടോപ്പുമായിട്ട് പോവാ. എന്തിനാ? മുന്നിൽ വരുന്നവരുടെ എണ്ണം ഒന്ന് എടുക്കാൻ. മുന്നിൽ വരുന്നവരുടെ എണ്ണം ഒന്ന് എടുക്കുക. എത്ര ആളൊരു മാസം വരുന്നുണ്ട്? ഒരാള് 1 രൂപ വീതം പാത കാണിക്ക വെച്ചാൽ അവിടെ വരുന്ന വരുമാനം എത്രയാ?
ഇതറിയാനുള്ള കണക്കെങ്കിലും സഖാവിന് അറിയില്ലേ? ഈ 1 രൂപ വീതം അവിടെ വന്നാൽ എത്രയാ? എന്നിട്ടും ഒരു പ്രശ്നവും ഇല്ലാതെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്വത്തുക്കളെ പറ്റി അന്വേഷിക്കണമെന്ന് പറയുന്നു. സന്യാസി ധർമ്മത്തെ അധിക്ഷേപിക്കുന്നു. സർവ മഠങ്ങളിലേക്കും മാർച്ച് നടത്തുന്നു. 5 പൈസയുടെ വരുമാനമില്ലാത്ത ഹൈന്ദവ ട്രസ്റ്റുകൾ മുഴുവൻ അവരുടെ വരുമാന വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിട്ടൂരമിറക്കിയിരിക്കുന്നു. കാരണം ഹിന്ദുവിന് 5 പൈസ ഉണ്ടാകാൻ പാടില്ല, ഹിന്ദു നന്നാകാൻ പാടില്ല. ഇതിന് ഹിന്ദുവിനെ തന്നെ ഉപയോഗിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയമായി നമ്മൾ കാണേണ്ടത്. സ്വന്തം ധർമ്മത്തെ തകർക്കാൻ അവരവരെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്നത്. ഹിന്ദു വളരാതിരിക്കാൻ ഏതറ്റം വരവും പോകാൻ അവർ തയ്യാറാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന നാൾ മുതൽ അതിനെ എതിർക്കുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വന്നിട്ടുണ്ടോ അന്ന് മുതൽ അതിനെ എതിർക്കുവാനുമുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. പാവപ്പെട്ട ഹിന്ദു ചിന്തിക്കുക, എന്തുകൊണ്ട് മുസ്ലിം ലീഗുകാരനെ തലയിൽ ചുമന്നുകൊണ്ട് വിദേശകാര്യ സഹമന്ത്രിയാക്കാം? ഞങ്ങൾ പങ്കുവച്ച ഈ വേദനയില് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നല്ലാതെ പറഞ്ഞതിൽ അസത്യമുണ്ടോ, അർദ്ധസത്യമുണ്ടോ, അതിശയോക്തിയുണ്ടോ? ഇല്ല എങ്കിൽ സത്യം പറയേണ്ടത്, സത്യത്തിന്റെ മഹത്വം ലോകത്തിന് തെളിയിച്ചു കൊടുത്ത ഭാരതത്തിലെ സനാതന ധർമ്മത്തിന്റെ ഭാഗമായ നമുക്ക് അതിന് ബാധ്യതയില്ലേ? എന്നെന്നും സത്യം മൂടി വെച്ചുകൊണ്ട് അഭിനയിച്ചാൽ മതിയോ? ഇവിടുത്തെ ഹിന്ദുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അഭിനയിക്കുക എന്നുള്ളതാണ്. നമ്മൾ അഭിനയിക്കുകയാണ്. എല്ലാ പ്രശ്നം നേരിടുമ്പോഴും നമ്മൾ അഭിനയിക്കുക. ഒരു പ്രശ്നമില്ല. വാതിലടച്ചാലോ കൂടുതൽ പറയും നമ്മൾ. അത് മാർക്സിസ്റ്റുകാരനാണെങ്കിലും വേണ്ടില്ല, കോൺഗ്രസ്സുകാരനാണെങ്കിലും വേണ്ടില്ല, ഒരു പാർട്ടിയിലും പെടാത്തവനാണെങ്കിലും വേണ്ടില്ല. ഹിന്ദു വാതിലടച്ചാൽ അവന്റെ കാര്യങ്ങൾ പറയും. വാതിൽ തുറന്നാൽ വെളുക്കേ തിരിച്ച് മതേതരക്കാരനാകും. അങ്ങനെയാകാൻ തയ്യാറല്ലാത്തവരാണ് ഇന്ന് ഹിന്ദു ഐക്യവേദിക്ക് കീഴിലാണ് നിരന്നിരിക്കുന്നത്. അങ്ങനെയാകാൻ തയ്യാറല്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ശുഭോദർക്കമാണ്. ആ വർദ്ധിച്ചു വരുന്ന എണ്ണത്തിന് കീഴിൽ ഹൈന്ദവ ധർമ്മത്തെ, സനാതന ധർമ്മത്തെ അതിന്റെ പൂർവ്വകാല വൈഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ലോകത്തെല്ലായിടത്തു നിന്നും അമ്പെ പരാജയപ്പെട്ട ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ മുന്നിൽ അടിയറ വെക്കാനുള്ളതല്ല സനാതന ധർമ്മം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ലോകത്തെ തീവ്രവാദത്തിൽ മുക്കിക്കൊല്ലാൻ പരിശ്രമിക്കുന്ന ഒരുപിടി ആളുകൾക്ക് മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല ഈ നാടിന്റെ പരം വൈഭവവും ഹൈന്ദവ ധർമ്മത്തിന്റെ വൈഭവവും. നാടിനെ മതം മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്നവർക്ക് മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല ഈ ധർമ്മം. ആ തിരിച്ചറിവുള്ളവർ ഹിന്ദു ഐക്യവേദിയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുക. ഹൈന്ദവ ഐക്യം മാത്രമാണ് ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി. നിരവധി സമുദായ സംഘടനകളിൽ സുസംഘടിതരായി നിൽക്കുന്ന ഹൈന്ദവ സമൂഹം, ആ സമുദായ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാലമായ ഹൈന്ദവ ഐക്യമാണ് നമ്മുടെ ലക്ഷ്യം എന്നിന്ന് തിരിച്ചറിയുന്നു. നായന്മാരെ സംഘടിപ്പിക്കാൻ ഒരുപാട് പരിശ്രമിച്ച മന്നമാണ് താഴ്ന്ന ജാതിക്കാർക്ക് വൈക്കം ക്ഷേത്ര നിരത്തുകളിലൂടെ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ പേരിൽ അവർണർക്ക് ക്ഷേത്ര നിരത്തുകളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ നഗ്നപാതനായി കേരളത്തിന്റെ രാജ്യവീഥികളിലൂടെ സവർണ മാർച്ച് നടത്തിയത്, സവർണ ജാഥ നടത്തിയത് എന്ന് ഓർക്കുമ്പോൾ നായർക്ക് നടക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർണന് നടക്കാൻ വേണ്ടി സവർണ ജാഥ നടത്തിയ മന്നത്ത് പത്മനാഭൻ ഹൈന്ദവ ഐക്യമായിരുന്നു നായർ നന്നാകുന്നതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. സ്വന്തം പൂർവാശ്രമത്തില് ഈഴവനായി ജനിച്ച് ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് വളർന്ന് വിശ്വമാനവനായി മാറിയ ശ്രീനാരായണ ഗുരുദേവൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ലോകത്തെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ, ആ ഗുരുദേവന്റെ തണലിന് കീഴില് സുസംഘടിതമായൊരു സമൂഹം വളർന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെയോ SNDPക്ക് നേതൃത്വം കൊടുത്തിരുന്നവരുടെയോ ഉദ്ദേശം കേവലം ഈഴവ ഐക്യം മാത്രമായിരുന്നില്ല. ഈഴവരെ നന്നാക്കിക്കൊണ്ട് ഹൈന്ദവ ഐക്യത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ജീവിതം സന്ദേശമായതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പുലയ മഹാരാജാവ് എന്ന് മഹാത്മാ ഗാന്ധി വിശേഷിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി അധസ്ഥിത ജനവിഭാഗത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി സ്വന്തം പുരുഷായുസ് ഹോമിച്ച അയ്യങ്കാളി. ഈ അയ്യങ്കാളിയെ സമൂഹത്തെ രക്ഷിക്കാൻ ഇവിടെ ചിലരുണ്ടായിരുന്നു. എങ്ങനെ? മതം മാറ്റിയിട്ട്. നിങ്ങൾക്ക് അവിടെ അയിത്തമല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഇവിടെ സർവ്വസുഖ. കുറെ പേര് പോയി കേട്ടോ. പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയണ പൊലയന് പൊലയപ്പള്ളിയും അല്ലെങ്കിൽ പൊലയത്തോമയും മറ്റേ പറയാൻ തോമയൊക്കെ ആയിട്ട് നിൽക്കുന്ന അഭിനന്ദന അങ്ങോട്ട് പോകണമെന്ന് പലരും ചിന്തിച്ചു. അപ്പോ അയ്യങ്കാളിയെ സമൂഹത്തെയും മതം മാറ്റിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. ഗാന്ധിജിയെ വരെ മതം മാറ്റാൻ നോക്കിയതാ, പിന്നെ അയ്യങ്കാളിയെ വെറുതെ വിടുവോ?
അവിടെയാണ് അയ്യങ്കാളി തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിന് മുന്നിൽ ചെന്നു. 2 കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അടിയനെ അടിയന്റെ സമൂഹത്തെയും ഈ മതം മാറ്റക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു തരണേ തമ്പുരാനെ, മതം മാറ്റം നിയമം മൂലം നിരോധിക്കണേ എന്ന് പറഞ്ഞു. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് ഞങ്ങളുടെ സമൂഹമാണ്, അതുകൊണ്ട് മതം മാറ്റം നിയമം മൂലം നിരോധിച്ചു തരണമെന്ന് പറഞ്ഞ മഹാത്മാ അയ്യങ്കാളി. പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു മതം മാറിക്കൊണ്ട്, പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. ഹിന്ദുവായി ഉറച്ചു നിന്നുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ അനാചാരങ്ങൾക്കെതിരെ പൊരുതണമെന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ സമൂഹത്തിന്റെ വിവിധ തട്ടിൽ നിന്നുള്ള ഈ നവോത്ഥാന നായകന്മാർ നമുക്ക് പകർന്നു തരുന്ന സന്ദേശം ഹൈന്ദവ ഐക്യത്തിൻ്റെതാണ്. ഈ മുളന്തുരുത്തി മണ്ഡലത്തിലെ ഓരോ ഹിന്ദുവിനും ഇന്ന് മനസ്സിലുള്ള വികാരങ്ങൾ തുറന്നു പറയുവാനുള്ള തന്റെ ഇടം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇവിടെ തുടക്കം കുറിച്ച ഹിന്ദു ഐക്യവേദി ഈ നാട്ടിലെ ഹിന്ദുവിന്റെ ഓരോ പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.